പന്മന ഗ്രാമപഞ്ചായത്തിന് 45 കോടിയുടെ ബജറ്റ്. ഭവന നിർമ്മാണ മേഖലയ്ക്കാണ് ബജറ്റിൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഭിന്നശേഷിക്കാർ, അർബുദ, കരൾ, വൃക്ക രോഗികൾ എന്നിവർക്കും ബജറ്റ് പ്രത്യേക പരിഗണന നൽകുന്നു. 45 കോടി 42 ലക്ഷത്തി 10,374 രൂപ വരവും 43 കോടി 77 ലക്ഷത്തി 83,836 രൂപ ചിലവും 85 ലക്ഷത്തി 27,364 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി അവതരിപ്പിച്ചത്. 2 കോടി 34 ലക്ഷത്തി 70,000 രൂപയും വികസന ഫണ്ട് സാധാരണ വിഹിതം 5 കോടി 56 ലക്ഷത്തി 77,000 രൂപ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് പ്രത്യേക ഘടക പദ്ധതിയായി 1 കോടി 53 ലക്ഷത്തി 45,000 രൂപ എന്നിങ്ങനെ വിഹിതം അനുവദിച്ചിട്ടുണ്ട്. തനത് നികുതി വരുമാനമായി 2 കോടി 64 ലക്ഷം രൂപയും നികുതിയേതര വരുമാനമായി 1 കോടി 33 ലക്ഷത്തി 75,200 രൂപയും 2026-27 വർഷം പ്രതീക്ഷിക്കുന്നു. കൂടാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വച്ഛ് ഭാരത് മിഷൻ, അനുകൂലക പോഷകാഹാര പരിപാടി എന്നിവയ്ക്കായി 14 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. ആരോഗ്യ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പ്രത്യേക പരിപാടികളുടെ ഭാഗമായി 18 ലക്ഷം രൂപ ഹെൽത്ത് ഗ്രാന്റായി 2026-27 വർഷം പ്രതീക്ഷിത വരുമാനമായി വകയിരുത്തുന്നു. ലൈഫ് ഭവന പദ്ധതിക്ക് അനുസൃതമായി ഭവനരഹിതർക്ക് ഭവനവും ഭൂരഹിത ഭവനരഹിതർക്ക് വീടും വസ്തുവും നൽകുക എന്ന പദ്ധതിക്കായി 4 കോടി 30 ലക്ഷം രൂപ വകയിരുത്തി. റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി 3 കോടി 94 ലക്ഷത്തി 70,000 രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയ്ക്ക് 74 ലക്ഷത്തി 65,000 രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. കുടിവെള്ള പദ്ധതികൾക്കായി 1 കോടി 80 ലക്ഷം രൂപയും ജലസംരക്ഷണത്തിനായി 40 ലക്ഷം രൂപയും വകയിരുത്തി. എല്ലാ വാർഡുകളിലും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ തുക നീക്കിവച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ.